എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റണില്ല. കാര്യം ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് എൻ്റെ കൊച്ചിനെ പഠിപ്പിച്ചത്. ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. ഏറെ കഷ്ടപ്പെട്ട് പഠിച്ച ശേഷം കാത്തിരുന്ന സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തിയപ്പോൾ നനഞ്ഞു കുതിർന്ന് ചുരുട്ടിക്കൂട്ടിയ നിലയിൽ വളരെ പ്രതീക്ഷകളോടെ മകളെ പഠിപ്പിച്ച കോഴ്സിന് സത്യം പറയാലോ, വളരെ ഹേർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണിത്. ഇത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ആ സർട്ടിഫിക്കറ്റിന്റെ ഒരു അവസ്ഥ കണ്ടോ. ഇതിന്റെ കാരണം ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും അതിനെതിരെ നല്ല രീതിയിലുള്ളൊരു നടപടി ഉണ്ടാകണം. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കാം. വളരെ പ്രതീക്ഷകളോടെ മകളെ പഠിപ്പിച്ച കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച സാധാരണക്കാരായ മാതാപിതാക്കളെ ഏറെ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പാരാമെഡിക്കൽ കോഴ്സ് പൂർത്തിയാക്കിയ വെഞ്ഞാറമൂട് സ്വദേശിനിയായ സാന്ദ്രയുടെ സർട്ടിഫിക്കറ്റിനാണ് ഈ ദുരോഗതി വന്നിരിക്കുന്നത്. ആരുടെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നോ ഇനി ഈ സർട്ടിഫിക്കറ്റുമായി എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സാധാരണക്കാരായ ഈ രക്ഷിതാക്കൾ. 2 വർഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. പാരാമെഡിസിൻ പഠിച്ച് ആണ് ഈ സർട്ടിഫിക്കറ്റ് മെനിയാന്ന് നമുക്ക് ഇവിടെ വന്നത്. സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുമ്പോൾ ഞാൻ ഇല്ലായിരുന്നു, മോളെ അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ കൊണ്ടുവന്ന ആൾ എന്നെ, അപ്പോൾ ഒരു പെങ്കൊച്ചാണ്, അത് എന്നെ ഒപ്പിട്ട് ജനൽ കൂടി അങ്ങ് കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. ഞാൻ വൈകുന്നേരം 5 മണിക്ക് വന്നപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഇതാണ് ആ സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞ് ഞാൻ ഇതിനെ വല്ല വിധവും അതിനകത്തുനിന്ന് ഇളക്കി എടുത്തപ്പം ഇതാണ് ഇതിൻ്റെ അവസ്ഥ, സർട്ടിഫിക്കറ്റിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ ഇന്നലെ ഞാറമൂട് പോസ്റ്റ് ഓഫീസിൽ ഇതും കൊണ്ട് ചെന്ന്. അപ്പോൾ സാറില്ലായിരുന്നു. 11 മണിക്ക് ഞാൻ അവിടെ ചെന്ന് 3 മണി വരെ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ വഴക്കുണ്ടാക്കി, എനിക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നും പറഞ്ഞു. അപ്പം അവര് പറഞ്ഞ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് എങ്ങനെ വന്നെന്ന് അറിഞ്ഞുകൂടാ, ആദ്യം പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വഴക്കുണ്ടാക്കി, ഒരു ഓഫീസിൽ നിന്ന് എന്തായാലും ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അയക്കൂല. അപ്പം അത് ഇങ്ങനെ ചാക്കേട്ടിനകത്ത് വാരിയിട്ട് അവർ വലിച്ചാണ് കൊണ്ടുകയറി പോണത്. മഴയായിരുന്നു, അങ്ങനെ കണ്ട് സംഭവിച്ചു വീണു. ഇതിങ്ങനെ 3-4 കഷണമാക്കി മടക്കിയാണ് സർട്ടിഫിക്കറ്റിന്റെ കോലം. അത്രയും നശിച്ച്. ഭർത്താവ് ജന്മനാ വികലാംഗനായിരുന്നു, ഒരു കാല് സ്വാധീനം ഇല്ലാത്ത ആളാണ്. എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഇലക്ട്രോണിക്സിന്റെ പണിയായിരുന്നു. ആളിന് സ്ട്രോക്ക് വന്നു, ഈ വലത് സൈഡ് ഫുള്ളും തളർന്നു പോയി. അപ്പം പിന്നെ എണീച്ച് നിൽക്കാനോ ഒന്നിനും പറ്റില്ല. ഇപ്പം അന്ന് തൊട്ട് ഈ വീൽ ചെയറിലാണ്. അപ്പം എനിക്ക് 2 പെൺമക്കളാണ്. ഒരാള് പാരാമെഡിസിൻ പഠിച്ച്, ഇളയ ആള് ITI കഴിഞ്ഞ് കഴക്കൂട്ടത്തെ ഒരു കമ്പനിയിൽ, പ്രൈവറ്റ് കമ്പനിയിൽ ട്രെയിനിങ്ങിന് വേണ്ടി പോവുകയാണ് ജോലിക്ക്. അപ്പം ഞാൻ വീട്ടു ജോലിയൊക്കെ ചെയ്താണ് ഈ 2 മക്കളെയും ഞാൻ പഠിപ്പിച്ച് ഇത്രയും ആക്കി. ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി 1 വർഷം കൊണ്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു, ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇത് കിട്ടിയപ്പോൾ ഇതിന്റെ അവസ്ഥ ഇതായി. എനിക്ക് സർട്ടിഫിക്കറ്റ് ഇനി എങ്ങനെയെങ്കിലും എനിക്ക് ഉണ്ടാക്കി ഇത് എവിടെ പോകണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് 2 ദിവസമായിട്ട് ഞാൻ ജോലിക്ക് പോണില്ല. ഞാൻ ജോലിക്ക് പോയാലേ ഈ വീട് കഴിയാൻ പറ്റും. കാര്യം ഈ വീടിന്റെ ആള് ഇങ്ങനെ ഇരിപ്പാണ്. ഞാനും സുഖമില്ലാത്ത ആളാണ്. വീഡിയോ വാച്ച് ചെയ്തില്ല, എത്ര സങ്കടകരമായ ഒരവസ്ഥയാണിത്. ഇത് കോളേജിൽ നിന്ന് അയച്ചപ്പോൾ, അല്ലെങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയച്ചപ്പോൾ ഉള്ള പ്രശ്നമാണോ, അതോ പോസ്റ്റ് ഓഫീസിലെ പ്രശ്നമാണോ, പോസ്റ്റ് ഓഫീസിൽ ഹാൻഡിൽ ചെയ്തേണ്ട പ്രശ്നമാണോ? എന്ത് പ്രശ്നമാണെങ്കിൽ ഇത് കണ്ടെത്തി ഇതിനെതിരെ നല്ല രീതിയിൽ ഒരു നടപടി ഉണ്ടാകണം. ഒരു കുട്ടിക്കും ഇങ്ങനൊരു ഗതികേട് ഇനി നേരിടേണ്ടി വരരുത്. ഒന്നും വേണ്ടല്ലോ, ഇത് യൂണിവേഴ്സിറ്റി തന്നെ പോയി മേടിക്കുന്ന ഏർപ്പാടുണ്ടാക്കാം, അല്ലെങ്കിൽ പഠിച്ച കോളേജിൽ പോയി മേടിക്കുന്ന ഏർപ്പാടുണ്ടാക്കാം. അതൊന്നും ചെയ്യാതെ പോസ്റ്റലിൽ സർട്ടിഫിക്കറ്റ് അയക്കുക. എന്ത് സുരക്ഷിതത്വമാണുള്ളത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു.